പാൽപ്പായസം കുക്കറിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അമ്പലപ്പഴ പാൽപ്പായസം പോലെ നല്ല പിങ്ക് കളർ പാൽപ്പായസം എളുപ്പ രീതിയിൽ നമുക്ക് കുക്കറിൽ തന്നെ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു 5 ലിറ്റർ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് വയ്ക്കാൻ പറ്റുന്ന കറക്റ്റായിട്ടുള്ള പാത്രം കൂടെ എടുക്കുക. ഇതിലേക്ക് ഒരു 2.5 ഗ്ലാസ് വെള്ളം ചേർക്കുക. കുക്കറിനകത്ത് ഞാനൊരു 250 ml ഗ്ലാസ്സാണ് മെഷറിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത്. കുക്കറിൻ്റെ അകത്ത് വയ്ക്കുന്ന പ്ലേറ്റ് ഇല്ലെങ്കിൽ സാധാരണ പ്ലേറ്റ് വയ്ക്കുക. 3/4 ഗ്ലാസ് ചമ്പാ പച്ചരി എടുത്ത് നന്നായിട്ട് കഴുകുക. ഇതില്ലെങ്കിൽ ജീരകശാലയോ പച്ചരിയോ അല്ല ബാസ്മതി റൈസോ എടുക്കുക. 1.25 ലിറ്റർ പാല്, തിളപ്പിച്ച പാലാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 1.25 ഗ്ലാസ് പഞ്ചസാര ഇട്ട് പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൽ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുക. ഈ പാത്രം നമ്മൾ കുക്കറിൻ്റെ അകത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ച് അടയ്ക്കുക. ചിപ്പിൽ പ്ലേറ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ അടയ്ക്കാം. ഇല്ലെങ്കിൽ സാധാരണ പ്ലേറ്റ് ആണെങ്കിൽ ഒരു ചെറിയ വിടവ് കൊടുത്തിട്ട് വേണം ആ തവിയോട് കൂടെ തന്നെ അകത്ത് വെച്ചിട്ട് അടപ്പ് വെച്ച് അടച്ച് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 വിസിൽ വരെ വേവിക്കുക. അത് കഴിഞ്ഞ് 45 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ വെച്ച് വേവിച്ചതിന് ശേഷം അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അതിന് ശേഷമേ തുറക്കാൻ പാടുള്ളൂ. തുറന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാം നല്ല കളറ് നല്ല ഡാർക്ക് പിങ്കായിട്ട് വന്നിട്ടുണ്ട്. പാലൊരു ഒട്ടും പുറത്തേക്ക് ഒഴുകി വന്നിട്ടുമില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി കൂടുതൽ കുറുക്കണമെന്നുണ്ടെങ്കിൽ ഗ്യാസിൽ ഈ പാത്രം വെച്ച് ഒന്നും കൂടെ കുറുക്കിയെടുക്കുക. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വിളമ്പാവുന്നതാണ്. വലിയ പണിയില്ലാതെ തന്നെ നമുക്ക് കുക്കറിൽ ഇതുപോലെ പായസം തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഇതുപോലെയൊന്ന് തയ്യാറാക്കി നോക്കുക.